നമസ്തേ, കഥകളി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് ശനിയാഴ്ചയാണ്, കലയരങ്ങിൻ്റെ ദിവസമാണ്. ഞാൻ ഇന്ന് എൻ്റെ ഭവനത്തിൽ ഉണ്ടാക്കിയ പ്രഭാത ഭക്ഷണത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇതിൻ്റെ റെസിപ്പി ഇതിന് പറയുന്നത് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് എൻ്റെ ഭവനത്തിൽ അമ്മ വല്യമ്മമാരൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരാറുണ്ട്. ഇതിന് പറയാറുള്ളത് അടദോശ എന്നാണ്. അടദോശ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇടുന്ന റെസിപ്പികൾ പറയാം. അടദോശയിൽ ഉണക്കലരി അല്ലെങ്കിൽ പച്ചരി, ഉണക്കലരിയാണ് അന്ന് കാലത്തൊക്കെ. ഉണക്കലരി എന്ന് പറഞ്ഞാൽ നെല്ല് പുഴുങ്ങാതെ ക്ഷേത്രാവശ്യത്തിന് നിവേദ്യത്തിന് വേണ്ടി എടുക്കാനായിട്ടുള്ള അരി പ്രത്യേകം തയ്യാറാക്കുമല്ലോ, നെല്ല് ഉണക്കി കുത്തി. അതിന് ഉണക്കലരി എന്നാണ് പറയുക. ആ ഉണക്കലരി 1 ഗ്ലാസ് ഇടും. 1 ഗ്ലാസ് പരിപ്പ്, അന്ന് കാലത്തൊക്കെ തുവരപ്പരിപ്പ്, സാമ്പാർ പരിപ്പാണ് അതിലിടാറുള്ളത്. പിന്നെ അതുപോലെ ഒരു 1/2 ഗ്ലാസ് ചെറുപയറും ഇടും. പിന്നെ 1/2 ഗ്ലാസ് മറ്റേ കടലപ്പരിപ്പും ഇടാറുണ്ട്. പൊട്ടുകടല എന്ന് പറഞ്ഞിട്ടൊരു സാധനം കിട്ടും, ദോശപ്പൊടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലൊക്കെ ചേർക്കാറുണ്ട്. ചിലപ്പോൾ പൊട്ടുകടല ഇടും. അതല്ലെങ്കിൽ സാധാരണ തുവരപ്പരിപ്പ്, വടപ്പരിപ്പ്, 2 തരം പരിപ്പ് ഇടാറുണ്ട്. ഒന്ന് ഉഴുന്നുവടയൊക്കെ പരിപ്പ് വട ഉണ്ടാക്കാനുള്ള വടപ്പരിപ്പ്, മറ്റൊന്ന് സാമ്പാർ വയ്ക്കാനുള്ള തുവരപ്പരിപ്പ്, പിന്നെ ഒന്ന് ചെറുപയർ. ഈ 3 കൂട്ടം ഇടും. അതിൻ്റെ കൂടെ തൊപ്പി കളഞ്ഞ 1 ഗ്ലാസ് അരിയും കൂടെ ഇടും. ഇത് വെള്ളത്തിൽ കുതിർത്താൻ ഇടുന്നതോടൊപ്പം ഒരു 5-6 ചുമന്ന മുളക്, കൊല്ലമുളക് തൊപ്പി കളഞ്ഞ് അതും ഈ വെള്ളത്തിൽ ഇടാറുണ്ട്. ആ വെള്ളത്തിലിട്ടിട്ട് അത് ഒരു നിശ്ചിത സമയം കഴിഞ്ഞ് കുതിർന്നാൽ മിക്കവാറും അത് രാത്രി പിറ്റേ ദിവസത്തേക്ക് ഇപ്പോൾ മാവില്ല എന്താ കാലത്ത് എന്നുള്ള ഒരു തോന്നൽ വരുന്ന സമയത്ത് നാളെപ്പാടാ ദോശ ഉണ്ടാക്കാം എന്ന് കരുതിയിട്ട് രാത്രി അത്താഴം കഴിഞ്ഞതിന് ശേഷമാണ് ഇത് കുതിർത്താനായിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കുക. രാവിലെ എണീറ്റതിന് ശേഷം ഈ പരിപ്പും അരിയും മുളകും എല്ലാം കൂടെ ചേർത്ത് അതിൻ്റെ കൂടെ ഒരു വാളൻ ചുമന്ന ഉള്ളി തൊണ്ട് പൊളിച്ച് അതും ഇതിൻ്റെ കൂടെ ആ ചുമന്ന ഉള്ളി വയ്ക്കും. 4-5 പച്ചമുളക് വേറെ വയ്ക്കും. ഒരു നുള്ളി ജീരകം വയ്ക്കും. ഇത് കൂടാതെ കണ്ട് ഒരു മുറി തേങ്ങ ചിരണ്ടിയതും കൂടി ചേർക്കുക. ഇതെല്ലാം കൂടി അങ്ങോട്ട് അരയ്ക്കും. അതായത് അരിയും പരിപ്പും തേങ്ങയും എല്ലാം കൂടെ അരയ്ക്കും. മറ്റുള്ളതെല്ലാം ഉള്ളി, കറിവേപ്പിൻ്റെ ഇല, പച്ചമുളക്, ഒരു നുള്ളി ജീരകം, ഇതെല്ലാം കൂടെ ഒന്നങ്ങോട്ട് ഒതുക്കിയെടുക്കും. അത്ര നല്ലതുപോലെ അങ്ങോട്ട് അരിയുടെ പോലെ അരയില്ല, ബാക്കിയുള്ളതൊക്കെ നല്ലോണം അരയ്ക്കും കേട്ടോ. എല്ലാം കൂടെ എന്നിട്ട് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കാലത്ത് തന്നെ ഈ മാവ് അരച്ച് സെറ്റാക്കി വയ്ക്കും. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഓരോരുത്തർ കഴിക്കാൻ വരണ സമയമാകുമ്പോഴത്തേക്കും അതിനോടിടയ്ക്ക് അമ്മ ഒരു സാമ്പാർ വയ്ക്കും. സാമ്പാർ എന്തെങ്കിലും കഷ്ണം, മുരിങ്ങക്കായും എളുപ്പത്തിൽ ഉണ്ടാക്കുന്നൊരു സാമ്പാറാണ് ഇതിനുണ്ടാക്കാറ്. ചിലപ്പോൾ വെണ്ടയ്ക്ക 2-3 പച്ചമുളകൊക്കെ കയറിയിടും. അതല്ലെങ്കിൽ മുരിങ്ങക്കായും തക്കാളി, അതൊരു നല്ല ചേരുവയാണ് സാമ്പാറിന്. ഉരുളക്കിഴങ്ങും സബോളയും കൂടി, അതും ഒരു നല്ല ചേരുവ സാമ്പാറിന്. കായും ചേനയും ചിലപ്പോൾ അങ്ങനെ ഒരു സാമ്പാർ വയ്ക്കും. മത്തങ്ങ അതും വയ്ക്കും ഒരു സാമ്പാർ. കുമ്പളങ്ങ കൊണ്ട് അങ്ങനെയും വയ്ക്കണതാണ്. കുമ്പളങ്ങയുടെ കൂടെ ചിലപ്പോൾ ഒരു കഷ്ണം പടവലങ്ങയൊക്കെ മുറിച്ചിട്ടുണ്ടാകും. എന്തായാലും ഞാൻ ഇന്ന് രാവിലെ ഉണ്ടാക്കിയത് പറഞ്ഞതുപോലെ 1 ഗ്ലാസ് പച്ചരി, 1/2 ഗ്ലാസ് പരിപ്പ്, 1/2 ഗ്ലാസ് ചെറുപയർ, 1/2 ഗ്ലാസ് കടലപ്പരിപ്പ്, ഇതെല്ലാം കൂടെ കുതിർത്തു. 5-6 കൊല്ലമുളക് അതിൻ്റെ കൂടെ ഇന്നലെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചു. അതൊന്ന് രാവിലെ അരച്ചു. ഒരു മുറി തേങ്ങ ചിരണ്ടി അതും അരച്ചതിൻ്റെ കൂടെ ചേർത്തു. കൂടാതെ കണ്ട് പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയും ചുമന്ന ഉള്ളിയും കൂടെ ഒന്നങ്ങോട്ട് ഒതുക്കി, നല്ലതുപോലെ അരഞ്ഞില്ല എന്ന് മാത്രം, അതും ഈ മാവിൻ്റെ കൂടെ ചേർത്ത് കലക്കി അവിടെ വെച്ചു. രാവിലെ 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഓരോരുത്തർ കഴിക്കാനായിട്ട് വന്ന് അതിനോടിടയ്ക്ക് ഞാൻ മുരിങ്ങക്കായും തക്കാളിയും കൂടി ചേർത്തിട്ട് ഒരു സാമ്പാർ ഉണ്ടാക്കി വെച്ചു. ഇത് രണ്ടുമാണ് ഇന്ന് രാവിലെ എൻ്റെ ഭവനത്തിലെ പ്രഭാത ഭക്ഷണം. എല്ലാ ദിവസവും ഇഡ്ഡലിയും ദോശയൊക്കെ ആയിട്ട് മടുത്തു. പിന്നെ ഇടിയും മഴയും വല്ലാതെ കണ്ട് കാറ്റും ഒക്കെ ആയ കാരണം എനിക്ക് ഇന്നലെ വൈകുന്നേരം അരി ഒന്നും നരച്ച് വയ്ക്കാൻ പറ്റില്ല, അതും പറയാം. അപ്പോൾ ഇന്ന് ഇങ്ങനെ ആവട്ടെ എന്ന് വെച്ചു. ഞാൻ അടദോശ ഉണ്ടാക്കി.
അടദോശ ഒരു നേരിയ മഞ്ഞ നിറമുണ്ട്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി സ്വാദും ഒക്കെ ഉള്ളത് കൊണ്ട് അതിന് തന്നെ ഒരു പ്രത്യേക സ്വാദുണ്ട്. എന്നാൽ എന്തെങ്കിലും ഒന്ന് ഒപ്പുന്നതാണ് ഒരു സ്വാദ്. ഒന്നുകിൽ ചട്നിയാവാം, തേങ്ങാ ചട്നി സാധാരണ ദോശയ്ക്ക് ഉണ്ടാക്കണേ, അതല്ലെങ്കിൽ ഒരു സാമ്പാറും ആകാം. ഞാനിന്ന് ഉണ്ടാക്കിയത് സാമ്പാറാണ് കേട്ടോ. അടദോശ, സാമ്പാർ, ഇത്രയാണ് ഞാൻ ഉണ്ടാക്കിയത്. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്, കാണിച്ചു തരാം. ഈ അടദോശയ്ക്കൊരു പ്രത്യേകത ഉണ്ട്, പയറുവർഗ്ഗങ്ങളൊക്കെ എല്ലാം ഉള്ളത് കൊണ്ട് നല്ല ഒരു ചേരുവയാണ് കേട്ടോ, പോഷകാംശമൊക്കെ ഉള്ളതാണ്. ഞാനിതിലിങ്ങനെ ഇതിപ്പോൾ ദോശ ഇവിടെ വച്ചേക്കണോ, ദോശ ഇങ്ങനെ തിരിച്ച് കാണിച്ചു തരാം. ഇതിപ്പോൾ നോക്കൂ, ദോശ 2 അടദോശയുണ്ട്, ഒരു പാത്രത്തിൽ സാമ്പാറുണ്ട്. ഇങ്ങോട്ട് തിരിക്കുമ്പോൾ വെറുതെ കാണുമ്പോൾ ഒരു ഭംഗി ആയിക്കോട്ടെ, 4 പേര് എൻ്റെ വിചാരം ലോകത്തുള്ളവർ മുഴുവൻ യൂട്യൂബിലല്ലേ ഞാനിത് ഇടണേ, എല്ലാവരും ഇത് കാണണ്ടെന്നാണ്. ആഹാരം കണ്ടാൽ കൊതി വരാത്തവരൊന്നും ഉണ്ടാവില്ല. വായയിൽ കപ്പലോടിക്കാൻ പാകത്തിന് വെള്ളം ഉണ്ടാവും, പറയുണ്ടാവില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നോക്കൂ, അടദോശ 2 എണ്ണം, ബൗളിൽ സാമ്പാർ, അതിൻ്റെ ഇപ്പുറത്ത് ഒരു മാങ്ങ ഞാൻ വെറുതെ, ഇനിയിപ്പോൾ ഒരു അലങ്കാരത്തിന് എനിക്ക് പറ്റണ ഒരു അലങ്കാരം, ആ ഒരു മാങ്ങ ഒന്ന് തൊലി ചെത്തി പൂളി വെച്ചു, ഒരു കറിവേപ്പിൻ്റെ തണ്ടും വെച്ചു. ഇതാണ് എൻ്റെ ഭവനത്തിലെ ഇന്നത്തെ പ്രഭാത ഭക്ഷണം. അടദോശ വിത്ത് സാമ്പാർ നല്ല ചേരുവയാണ് കേട്ടോ, ഒന്ന് കഴിച്ചു നോക്കൂ, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. എന്നും നമ്മൾ ഇഡലിയും പുട്ടും ഇതൊക്കെ കഴിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഭക്ഷണം എന്ന് പറയുമ്പോൾ അത് ഇഷ്ടപ്പെടും. പരിപ്പ് വടയുടെ ഒരു ചെറിയ സ്വാദ് പോലെയൊക്കെ എന്നതിനോട് കുട്ടികൾ പറയാറുണ്ട്, എന്നാലും അവർ ഭംഗിയായിട്ട് കഴിക്കാറുണ്ടല്ലോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ, അടദോശയും അതിൻ്റെ കൂടെ ഒരു സാമ്പാറും അല്ലെങ്കിൽ ഒരു ചട്ടണി. ഇത് രണ്ടുമാണ് ഇതിന് സാധാരണയായിട്ട് നല്ലതായിട്ട് വരണത്. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഭവനത്തിലെ പ്രഭാത ഭക്ഷണം അടദോശ വിത്ത് സാമ്പാർ. എല്ലാവരും രുചിച്ചു നോക്കൂ. നന്ദി.